നിർത്തവിടെ, ഞാൻ സംസാരിക്കട്ടെ. ഈ വെള്ളമില്ലാത്ത ഈ പഞ്ചായത്തില് 6-7 കിണർ കുത്തിയില്ലേ ഈ ഉണ്ണാക്കം പഞ്ചായത്ത് പ്രസിഡന്റ്? ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും ഈ നാട്ടിലെ പഞ്ചായത്തില് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല സാർ, നമ്മള് ആറ് കിണർ കുടിച്ചിട്ടുള്ളൂ, 7 കിണറില്ല. നമ്മളോ കണ്ടില്ലേ? സാറിന്റെ വീട് എന്നാ പണി കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയാം. നേതാവേ, ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടിലെ ഇറ്റാലിയൻ മാർബിൾ നിങ്ങൾ വീട്ടിലുണ്ടോ? നമ്മുടെ വീട്ടിലൊന്നുമില്ല ഇറ്റാലിയൻ മാർബിൾ. അത് മാത്രമൊന്നല്ല, ബാക്കിയുള്ളതൊക്കെ എന്തെയാ? ഉള്ള കിണർ കൂടെ കുഴിച്ച് നാശകോശമായിട്ട് വെള്ളമില്ല. ലക്ഷങ്ങളല്ലേ കട്ടുപിടിച്ചത്? കട്ടുമുടിച്ചിട്ട് വെള്ളം കിട്ടുന്നു. ഇരിക്കണം. ഞങ്ങള് ഭൂഗർഭ വകുപ്പിനെ വിളിച്ചിട്ട് 6 കിണർ കുഴിപ്പിച്ചു. അതിൽ വെള്ളം കാണാത്തതിന് ഞാൻ ചെയ്യും. ഇത് കൂടുതൽ സെക്രട്ടറിക്ക് അറിയാം, പഞ്ചായത്ത് മെമ്പർക്ക് അറിയാം, വനിതാ മെമ്പർക്കാർക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇത്? വനിതാ മെമ്പർക്ക് തന്നെയാണ് കൂടുതൽ അറിയാം, അവരോട് തന്നെ പറയേണ്ടത്. സെക്രട്ടറിക്കും അറിയാം. എനിക്കൊരു ഐഡിയ, നമുക്കൊരു വെള്ള കമ്പനി തുടങ്ങിയാലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇയാളെനൊക്കെ ആരെ മെമ്പറാക്കിയേ? 6-7 കിണർ കുത്തിയിട്ട് തുള്ളി വെള്ളം പോലും പാവങ്ങൾക്ക് കുടിക്കാനില്ല. എന്നിട്ടാ ഈ കമ്പനി, വെള്ള കമ്പനി തുടങ്ങണത്. ചക്കിക്കത്ത് ചാങ്കൽ. അതാ വരുന്നു വെള്ളത്തിന്റെ നേതാവ്. എന്ത് വിഷയം ശരിയാ, പക്ഷെ നിങ്ങൾ ഈ ശാസ്ത്രീയമായിട്ട് കുറെ കിണർ 6-7 കിണറോട് കുത്തിയില്ലേ? ഇതൊക്കെ ദൈവികമായിട്ട് കുത്തേണ്ട കാര്യങ്ങളൊക്കെയാ. ഇയാൾ എന്തായി കാണിക്കുന്നത്? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ മേലേലെ തുപ്പൻ നമ്പൂരി ഉണ്ട്. അയാൾ എവിടെ കുത്തിയാലും ഇഷ്ടംമാതിരി വെള്ളം. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഓണം നമുക്ക് കിണർ കുത്തി. അല്ല പ്രസിഡന്റ്, അതിന്റെ കമ്മീഷൻ ഇപ്പൊ എത്രയാണാവോ? എന്തായാലും ശരി, കുഴിക്കാതെ കിണറ എന്റെ വാർഡിൽ മെമ്പറെ അന്തസ്സോടെ സംസാരിക്കണട്ടോ. ഓ അങ്ങനെയോ? അവിടെ അന്തസ്സൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും എന്തുള്ള പറഞ്ഞത്? എനിക്കിപ്പ അറിയാം. നമ്പൂരി കൊണ്ടുവന്നിട്ട് കിണറിന് കുറ്റി അടിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ പാസ്സാക്കാതെ? എന്താ അഭിപ്രായം? എന്താ ആളെ പഠിപ്പിക്കണ? എന്താ കാര്യം? ഞാൻ വീട്ടിലൊന്ന് കുറ്റിയടിച്ചത് ഓർമ്മണ്ടാ? വെള്ളപ്പ് കിട്ടും പറഞ്ഞിട്ട് എവിടെ വെള്ളം? ഇങ്ങോട്ട് അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. അത് വെള്ളമൊക്കെ അതിന്റെ സമ്പ്രദായം പോലെയാണ്. ഇതൊക്കെ അറിയാത്ത പണിക്ക് നിക്കണ. അതെ, പറഞ്ഞൊന്നും വേണ്ട. ഈ ഇരിക്കുന്ന ആള് കൊറേ സ്ഥലത്ത് കുത്തിയൊക്കെ ആൾക്കറിയാം, ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം. കാര്യമൊന്നും പറയണ്ട, ഉള്ള കാര്യമാണ് പറയണത്. അറിയുന്ന പണിക്ക് നിക്കുക. അതൊക്കെ ദൈവത്തിന്റെ കാര്യല്ലേ. അതൊന്നും പറയാൻ ആദ്യം പറഞ്ഞൂടെ ദൈവത്തിന്റെ കാര്യം? കാശ് മേടിക്കുമ്പോ വന്നിട്ടല്ലോ പറഞ്ഞത് ഇപ്പൊ വെള്ളം കിട്ടുന്നല്ലേ പറഞ്ഞത്. അവരുടെ കുറച്ച് യോഗ കൂടിയാണ്. ദൈവത്തിനാണ് ഇപ്പൊ എനിക്ക് ദൈവത്തിനോട് പറഞ്ഞോട് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനൊക്കെ ചില കണക്കുണ്ട്. കണക്കും കാര്യങ്ങളൊക്കെ നിൽക്കും അറിയാ. കണക്ക് നോക്കാനൊക്കെ എന്താ നാള് അതൊക്കെ അത് പറയാറിയില്ലാണ്ട് അത് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് അത് സാധനം കാണേ. ശരി, ഇത് ആദ്യം പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം എന്ന് പറഞ്ഞാലേ ചെയ്യുള്ളൂ. ഇത് വെള്ളത്തിന്റെ കാര്യം അത് ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മളത് കൃത്യമായ സ്ഥലത്ത് അത് അവിടെ നോക്കിയാൽ അത് അവിടെ കാണുന്നത് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്താ അവിടെ ഉണ്ടാവാത്ത? ഒട്ടല്ല യോഗ കൂടി ഉണ്ട്. അതിനകത്തോ
കാശ് മേടിക്കുമ്പോ എന്നല്ലോ പറഞ്ഞത്, ഇപ്പൊ വെള്ളം കിട്ടുന്നല്ലേ പറഞ്ഞത്. അല്ല തനിക്കിപ്പോ എന്താ എനിക്ക് വേണ്ടത്? എന്താ വേണ്ടത്? തന്റെ മേടിച്ച കാശ് കിട്ടണോ? കിട്ടിയ കാശ് അങ്ങോട്ട് തിരിച്ചു തരണം. കാശ് തിരിച്ചു തരണോ? അങ്ങോട്ട് തിരിച്ചു തരണം. അത്രയല്ലേ അത്രയല്ലേ വേണ്ടൂ. അത് വേണ്ടൂ. തരാം. ഇതുവരെ അങ്ങോട്ട് കിണർ കുത്താനൊക്കെ അറിയാം, മുറ്റടിക്കാനൊക്കെ അറിയാം. ഇതൊക്കെ അച്ഛന്റെ കാശ് കിട്ടിയാൽ മതി. ആളന്നെ ഇരിക്കണത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. വേണം ഇതിനൊക്കെ. ഓരോ കൈ വെക്കാനാ അതാ കൊടുത്ത ചെല്ലെടുക്കുക രണ്ട് കൈക്കോട്ട് മുറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ്. കാശ് വരണോ? കാശ് എനിക്കത് തീരല്ല. കാശ് കെട്ട്. ദൈവാധീനം തനിക്ക് ഉണ്ടാവില്ല. കാശ് കൊണ്ടുള്ള ബാക്കി അതാ കൊടുക്കാൻ കാശ് തരാം. അത്രയല്ലേ വേണ്ടൂ. അത്ര തന്നെ വേണ്ടുള്ളൂ. ഒഴിവായി കിട്ടുമല്ലോ. അയാളിത് നമ്പൂതിരി ആയാലെന്താ? കാശ് കിട്ടിയാൽ മതി. ഇവിടെ തിരിച്ചിട്ട് എന്റെ കാശ് കിട്ടിയാൽ മതി. വേറെന്താ? ഓ നമസ്കാരം തിരുമേനി. പഞ്ചായത്ത് കിണറിന് സ്ഥാനം കാണുന്നുണ്ട്. പഞ്ചായത്ത് കിണർ കുഴിക്കണമെന്നുണ്ട്. അതിന് എന്നാ വരാൻ പറ്റാവോ? അതിപ്പോ നാളെ തിങ്കളാഴ്ച നല്ല ദിവസം. നാളെ മതി. നാളെ കൊണ്ടേതാ. ആയിക്കോട്ടെ. ഓ വാർഡ് മാറരുതേ. കണ്ടോ ആ മോളക്കുള്ളതിൽ കിട്ടിയില്ലേ ദോഷമായി. അവിടെ കുത്തുക മാറണ്ട പോവില്ലല്ലോ. ഇല്ല. ആ പഠിക്കും. ആ ആൾക്കാരിപ്പോ വരും. അവിടെ കിട്ടട്ടെ നല്ലോണം വിട്ടാവട്ടെ. ആയിക്കോട്ടെ. ആ ഹലോ ഹലോ പറയൂ. എവിടുന്നാ? പഞ്ചായത്തുന്നാ? അയ്യോ ആള് ഇവിടെ ഇല്ലല്ലോ. പുറത്തേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തേ എന്താ പറഞ്ഞോളൂ. വന്നാ ഞാൻ പറയാം. അതെയാ. എന്തേ പറഞ്ഞ വെള്ളം കിട്ടൂല.